അതിങ്ങനെയാണ്: എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണുപോയല്ലോ, എന്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിൻ പുകയും തീർന്നല്ലോ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല. നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് യാസർ അറാഫത്ത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ യാസർ അറാഫത്തിനെ? താൻ ഏതൊരു പോലീസ് വേഷധാരിയുടെ വിലങ്ങിലാണോ ജയിലിൽ പോയത്, അതേ പോലീസ് വേഷധാരിയുടെ പ്രൊട്ടക്ഷനോട് കൂടി സർക്കാരിന്റെ സ്വന്തം പരിപാടിയിൽ ഗസ്റ്റായി വന്നിട്ട് തന്റെ രാഷ്ട്രീയം വീണ്ടും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റാപ്പർ ഗായകന്റെ പേരാണ് വേടൻ. പട്ടിണി കൊണ്ടും വിശപ്പ് കൊണ്ടും വീർപ്പുമുട്ടുന്ന ഫലസ്തീനിലെ പിഞ്ചു മക്കളുടെ വിമോചന നായകൻ യാസിർ അറഫാത്തിന്റെ പേര് 1000 തവണ വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് വേടന്റെ രാഷ്ട്രീയം. ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു സ്ഥാനമുള്ള സ്റ്റാറ്റസ് ഉള്ള ഏതെങ്കിലും ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാകാരനോ ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് വേടൻ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം, ഞാനൊരു മുസ്ലിം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മതം ഇസ്ലാമാണ് എന്ന നിലയ്ക്ക് എൻ്റെ മതം എന്നോട് പറയുന്ന ഒരു തിയറി ഉണ്ട്. അത് ഒരു ഇസ്ലാം മത വിശ്വാസി എന്നതിനപ്പുറം കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും എടുക്കാവുന്ന ഒരു തിയറിയാണ് അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി. നല്ലത് കണ്ടാൽ അതുകൊണ്ട് കൽപ്പിക്കുകയും ചീത്തത് കണ്ടാൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സ്വഭാവം തന്നെ, ആ ഒരു സെൽഫ് സ്വഭാവമാണ് തൻ്റെ ഫോളോവേഴ്സിനോട്, തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെ ഇഷ്ടപ്പെട്ട് തൻ്റെ ഒപ്പം കൂടിയവരോട് വേടനും പറയുന്നത്. എന്നിൽ കാണുന്ന മോശപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്, അത് ഒരിക്കലും നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയി കൂടരുത്. ഞാനത് തിരുത്താൻ ശ്രമിക്കും, ഞാനൊരു നല്ല മനുഷ്യനായി തിരിച്ചു വരും. ഇതിപ്പോൾ ഇനി വേടനല്ല, ഏതൊരു വ്യക്തി പറഞ്ഞാലും നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കാൻ ശ്രമിക്കുക, ചീത്തതാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പറഞ്ഞ വ്യക്തിയിലേക്കല്ല നോക്കേണ്ടത്, പറഞ്ഞ കാര്യം നല്ല കാര്യമാണെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുക. അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദൂശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്.